ചേച്ചിനോട് എന്താ അങ്ങാടിപ്പുറം പഞ്ചായത്ത് പറഞ്ഞു? പഞ്ചായത്തിൽ ഒന്നും പറഞ്ഞിട്ടില്ല. അല്ല, ഇവിടെ ഇവര് ഭക്ഷണം കൊടുക്കണേന് ഇന്നലെ വന്നിട്ട് എന്തോ ഏതോ ഒരു മേഡം, ഞാൻ അസിസ്റ്റന്റ് ഹെൽത്ത് ആണ്, പ്രൈവറ്റ് പ്രോപ്പർട്ടിയിലൊന്നും കൊടുക്കാൻ പാടില്ല, നിങ്ങളുടെ വീട്ടിൽ കൊണ്ടുവച്ച് കൊടുത്തോളാൻ. അപ്പൊ ചേച്ചി എത്ര കാലം ഈ ഡോഗിനെ ഫീഡ് ചെയ്യും? ഞാൻ ഏകദേശം ഒരു 16 വർഷമായിട്ടുണ്ട്. 16 വർഷമായിട്ടുണ്ട്. അതായത് സുപ്രീം കോടതിയുടെ നിലവിൽ നിയമം ഉണ്ടായിട്ട് പോലും അവർ അനുവദിക്കുന്നില്ല എന്നാണ് പറയണത്. എന്താന്ന് എനിക്കറിയില്ല. ഞാൻ അവരോട് ചോദിച്ചു, ചീഫ് ജസ്റ്റിസുമാരെ എല്ലാം സുപ്രീം കോടതിയെ വിളിച്ചിട്ട് 8 ആഴ്ചക്കുള്ളിൽ ഇതുങ്ങളെ വന്ധീകരിക്കണമെന്നും ഇതുങ്ങൾക്കൊരു ഷെൽട്ടർ ഉണ്ടാക്കി കൊടുക്കണമെന്നും ഓർഡർ വന്നാ പോട്ടെ, ഷെൽട്ടർ സാരമില്ല, ഇവിടെ ഇതുങ്ങളെ വന്ധീകരിക്കാൻ അതാത് പഞ്ചായത്തുകാർ ചെയ്യണ്ടേ? ഈ അങ്ങാടിപ്പുറത്ത് ഒരൊറ്റ ഡോഗിനെ വന്ധീകരിച്ചിട്ടില്ല. ഈ കുഞ്ഞുങ്ങളെ എല്ലാം വണ്ടിക്കടി കൂടെ പോയാലും വേണ്ടില്ല, തിന്നുകയില്ല തീറ്റിക്കയില്ലെന്ന് പറഞ്ഞ കണക്കാണ് ഈ മനുഷ്യരെ. നമ്മൾ എന്താ കൊണ്ട്, നമ്മൾ ഈ 1600 രൂപ പെൻഷൻ കിട്ടുന്ന എന്നെ കൊണ്ട് എന്ത് ചെയ്യാൻ സാധിക്കും? ഇത്രയും ഡോഗുകൾ ഇവിടെ പെറ്റുപെരുകളെ കാരണം ഈ തദ്ദേശ സ്ഥാപനങ്ങളും അങ്ങാടിപ്പുറം പഞ്ചായത്തിന്റെയും കൊള്ളായ്മയാണ്. അപ്പോ ഈ ഒരു നേരത്തെ ആഹാരം കൊടുക്കണ ഈ ചേച്ചീനെ ഇന്നലെ വന്നിട്ട് ഇവിടെ ഒരു മേഡം, അതായത് പഞ്ചായത്തിലെ പറ്റില്ല, ഭക്ഷണം കൊടുക്കാൻ പാടില്ല, നിങ്ങളുടെ വീട്ടിലേക്ക് കൊണ്ടുപോകണം, അങ്ങനെ നിലവിലുള്ള ഭീഷണിപ്പെടുത്തി സംസാരിച്ചു പോയി എന്നാണ് പറഞ്ഞത്. അപ്പൊ അതിനെതിരെ ഞങ്ങള് അനിമൽ വെൽഫെയർ ബോർഡിന് പരാതി കൊടുക്കുന്നു. അപ്പൊ സെൻട്രൽ ഗവൺമെന്റിന്റെ കീഴിൽ പരാതി വന്നു. അപ്പൊ അത് നടപടി ഉണ്ടാവാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോ ഭക്ഷണം കൊടുക്കുന്ന ആൾക്കാരെ തടയാൻ പാടില്ല എന്നുള്ള നിലവിലുള്ള നിയമം സുപ്രീം കോടതി മുമ്പേ പാസ്സാക്കിയിട്ടുള്ളതാണ്. ഇത് അറിയാത്തതുകൊണ്ടുള്ള പ്രശ്നങ്ങളാണ്. അപ്പൊ ഞങ്ങളെ പ്രവർത്തനം തുടരുക തന്നെ ചെയ്യും. ബാക്കിയുള്ള കാര്യങ്ങൾ അറിയിക്കുന്നതാണ്.